അല്ലെങ്കിൽ ചത്തു അനുഭവം മേടിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറിടാൻ കിട്ടില്ല. ഞാനിതിനും കൂടെ തന്നത് അരിഞ്ഞിട്ട് ഉപ്പിട്ട് കഴിയുമ്പോൾ ഒരു രസം അരിയുമ്പോൾ തൊട്ട് തിന്നാൻ തുടങ്ങും. എൻ്റെ ലൈഫിൽ പ്രധാനമായ തുടക്കങ്ങളൊക്കെ എപ്പോഴും പള്ളിയിലായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കുറേ നാളിന് ശേഷം ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ വീണ്ടും ഇട്ട് തുടങ്ങിയെങ്കിലും പിന്നെ ഇടയ്ക്കൊന്ന് ബ്രേക്കായിരുന്നു. കാരണം ചാനലിൻ്റെ കുറച്ച് ടെക്നിക്കൽ സൈഡ് ഓക്കെ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു ഫ്രഷ് റീസ്റ്റാർട്ട് ഇങ്ങനെ തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത് ചാപ്പലിൻ്റെ മുമ്പിലാണ്. ഇവിടെ അന്ന് ഒരു ഞായറാഴ്ച എളംകുളം പള്ളിയിൽ നിന്ന് കുർബാന കണ്ടിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഞാനും കുഞ്ഞുണ്ണിയും കൂടെ പിന്നെ ഇവിടെ ചാപ്പലിൽ വന്നേക്കാണ് ഒരു റീസ്റ്റാർട്ടിന് വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് വീണ്ടും ഒരു പുതിയ തുടക്കം ആരംഭിക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും മുൻപ് എങ്ങനെയാണോ അതേപോലെ തന്നെ എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. പ്രാർത്ഥിച്ചോട്ടെ. അപ്പോൾ നമ്മൾ ഫുഡ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഫുഡല്ല, കറി, ചപ്പാത്തി ഉണ്ട് വീട്ടിൽ. അപ്പോൾ കറി മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കുഞ്ഞിന് ഞാനും കൂടെ വന്നേ. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നായിരുന്നു. അവർ പോയി. അവരെ കൊണ്ടുവിടാൻ വന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കറി മേടിക്കാൻ വേണ്ടി പോവാണ്. രാത്രി ആണ്, വണ്ടികളുടെ തിരക്ക് കണ്ടു. ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്തുണ്ട് വണ്ടി വെക്കാൻ സ്ഥലം കിട്ടിയില്ല. ഇതിലൂടെയൊക്കെ നടക്കൽ എന്നാ പാടാന്നറിയാം. ഇവിടെയാണ് സ്ഥലം. തിരക്കുണ്ട് അത്യാവശ്യം. ചേട്ടാ കറി എന്താ ഉള്ളേ? ചിക്കൻ കറി ഒരു കറി പറഞ്ഞാൽ 3 പേർ കഴിക്കാനുണ്ടാവോ? ഞാനൊരു ചില്ലി ഗോപി പറഞ്ഞു. ചിക്കൻ കറി ചിലപ്പോൾ ശരിയാവില്ല, തികഞ്ഞില്ലെങ്കിൽ പണിയാവും. അതുകൊണ്ടൊരു ചില്ലി ഗോപി പറഞ്ഞു. ഞാൻ ഗസ്റ്റ് വന്നവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതറിയോ, ചിലപ്പോൾ അവർക്ക് വീഡിയോയിലൊക്കെ വരാൻ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ ഉൾപ്പെടുത്തിയില്ല. അങ്ങനെ അവർക്ക് വീഡിയോയിലൊക്കെ തല കാണിക്കാൻ ചിലപ്പോഴായിരിക്കും ഇഷ്ടമുണ്ടാവുള്ളൂ. ഇഷ്ടമില്ല പിന്നെ നമ്മൾ വെറുതെ വലിച്ചെടുക്കുന്നത് ശരിയല്ലല്ലോ. അതാണ്. കുഞ്ഞിനെ അപ്പുറത്തുണ്ട്. അവൻ്റെ അടുത്തേക്ക് ഞാനിങ്ങനെ പോകുക. രാത്രി ഇരുട്ടായി. അവിടെ നിങ്ങൾ കണ്ടില്ല, തിരക്കിനിടയ്ക്ക് വണ്ടിയുടെ സ്ഥലമില്ല, കാറല്ലേ. സ്കൂട്ടറാണെങ്കിൽ പിന്നെയുണ്ട്. എത്തി നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. ഹലോ, ഗോപി മഞ്ചൂരിയ മേടിച്ചേക്കുന്നത് കേട്ടോ. ചിക്കൻ കറിക്ക് 2 പീസേ ഉള്ളൂ. ഒരെണ്ണം ഒരു കറിക്ക് 3 പേര് കഴിക്കാനില്ലേ? അതുപോലെ ഞാനിപ്പം ജിമ്മിലാണ്. എല്ലാം വർക്കൗട്ട് കഴിഞ്ഞു. സ്റ്റെപ്പ് കയറണം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റെപ്പ് ഓയിൽ മേടിക്കാൻ കേട്ടോ. 10 നടന്നു കയറി അല്ലെങ്കിൽ ചത്തു അനുഭവം.
വീട്ടിലെ ദിവസം ഇന്നലെ പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന് വേറെ റിപ്പോർട്ട് ചെയ്ത അതിനകത്ത് കയറിറങ്ങി തരുവായിട്ട് മുഴുവൻ നിങ്ങൾ കാണിക്കുന്നില്ല. ഓക്കെ, വീട്ടിലെത്തിയിട്ട് കാണാം. ഗേറ്റ് ഞാൻ തുറക്കാം. Open the gate. Open the gate. Driver, my driver. Start up, driver. ഒരു ദിവസം വെള്ളിയമ്മ വന്നപ്പോൾ മാങ്ങ അരിഞ്ഞ് ഉപ്പിലിട്ട് വെയിലത്ത് വെച്ചിട്ട് നമ്മുടെ അടുത്ത് തിന്ന് കയറി തിന്ന് തരുന്നില്ല. ഇത് പകുതി ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? മാങ്ങ എല്ലാവരും മേടിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറിടാൻ കിട്ടില്ല. ഞാനിതിനും കൂടെ തന്നത് അരിഞ്ഞിട്ട് ഉപ്പിട്ട് കഴിയുമ്പോൾ ഒരു രസം അരിയുമ്പോൾ തൊട്ട് തിന്നാൻ തുടങ്ങും. അത് അച്ചാറിടാനുണ്ടാവില്ല. ഒരു ദിവസം ഇതുപോലെ വല്യമ്മ വന്ന സമയത്ത് കണ്ട മാങ്ങ ഇങ്ങനെ മറ്റേ ഉണക്കി ഇങ്ങനെ ഇതാക്കൂലേ മാങ്ങ, അതേപോലെ മാങ്ങ ഉപ്പിലിട്ട് ഉണക്കി വെച്ചു. ഞാനമ്മയും കൂടെ തിന്ന് പകുതി ആക്കിയത്. ഓർമ്മയുണ്ടോ ഇത്? മറന്നുപോയോ? അതല്ല മറ്റേ പുളിയില്ലേ അമ്മ, അച്ഛൻ കൊണ്ടുവരുന്ന മറ്റേ പുളിയില്ലേ, അത് നമ്മളിങ്ങനെ തിന്ന് ഒറ്റടിക്കല്ലേ? മറ്റേ വലിയൊരു സൈസ് മാങ്ങയുണ്ടല്ലോ, എന്താ പേര് പറയുന്നത്? തുറമാങ്ങയാണോ? ഒരു മാങ്ങയുണ്ട്, തുറമാങ്ങയാണോ? അത് ചേട്ടൻ വെച്ചത്. എന്നിട്ട് അത് ഇതേപോലെ തന്നെ തിന്നു. മാങ്ങ ഉപ്പിലിട്ടത് പുളി ഒക്കെ ഭയങ്കര വീട്ടിൽ ലെവലൊക്കെ ഇരിപ്പില്ലേ അമ്മേ? ഉപ്പിലിട്ട് ഒലിവിങ്കായല്ലേ? കാണും. ഒലിവിങ്കായ തിന്നണം. എന്താ ഒലിവെങ്കായോ? പറഞ്ഞതുകൊണ്ട് ചോളം അതും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് അല്ലേ സെറ്റാവുള്ളൂ. പേടിക്കണം. എന്താ സാധനം?
താക്കോല് വേണമെന്നില്ല. എന്നാ താക്കോല്. ഒരു സ്ഥലത്ത് അമ്മയ്ക്ക് വയ്യ, ഒരു സ്ഥലത്ത് അമ്മച്ചിക്ക് വയ്യ. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ഒരേ സമയം ഫ്രെയിമിൽ കൊണ്ടുവരാൻ പറ്റാത്തതും അവരുടെ കൂടെയുള്ള സമയങ്ങളൊന്നും വീഡിയോയിൽ ഇല്ലാത്തതൊക്കെ. പക്ഷെ നമുക്കത് വേറെ ദിവസങ്ങൾ സെറ്റാക്കി എടുക്കാം. പിന്നെ കുഞ്ഞിന് മിക്കവാറും 2 ദിവസം കൂടെ ഉണ്ടാവുള്ളൂ. തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഞാൻ പോകും. അവന് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഉണ്ടായിരുന്ന അത്ര ദിവസം ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുമായിരുന്നു. പക്ഷെ അവൻ വന്നേ പിന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ആശ്വാസമായി കുറച്ച് ദിവസത്തേക്കെങ്കിലും. അങ്ങനെ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകാനാണെങ്കിലും എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകാനുള്ള എല്ലാത്തിനും കൈത്താങ്ങായിരുന്നു. കുറച്ച് ദിവസം കൂടെ ഉണ്ടാവുള്ളൂ. പാവം അവനും അവിടെപ്പെട്ട് കുറേ കാര്യങ്ങളില്ല. എല്ലാ ദിവസവും നമ്മളോട് നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും. അതിനകത്തേക്ക് പോകാൻ വയ്യാതെ. അപ്പോൾ ഏതായാലും ഞാൻ വീണ്ടും ഈശോയും കൂടെ കൂട്ടുപിടിച്ചൊരു തുടക്കം വീണ്ടും തുടങ്ങുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൂടെ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. ബായ്. ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ്.